നീ എന്നെ തീറ്റാൻ തുടങ്ങിയ കൊല്ലം കൊറേ നീയേ ചത്ത് കഴിഞ്ഞാൽ നിന്റെ തീട്ടം നിന്നിൽ അവസാനിക്കും. ഈക്ക് തീട്ടം തരേണ്ടി വരില്ല. പിന്നെ നീ ചത്താ മതി. അന്നെ നാട്ടുകാരുടെ മുമ്പിലല്ല, എവിടെ വെച്ചിട്ട് അപമാനിക്കും. എവിടെ വെച്ചിട്ട് അപമാനിക്കും. എവിടെ വെച്ചിട്ട് കണ്ടാലും അപമാനിക്കും. എവിടെ വെച്ചിട്ട് കണ്ടാലും അപമാനിക്കും. എവിടെ വെച്ച് കണ്ടാലും അപമാനിക്കന്നെ. അത്ര അതുകൊണ്ടാ പറഞ്ഞ നീ ചത്ത പിന്നെ എന്റെ തീട്ടം തിന്നണ്ടല്ലോക്കെ. നീ ചത്ത് കഴിഞ്ഞാലേ എന്റെ തീട്ടം തിന്നണ്ടൊക്കെ. അതുകൊണ്ടാ ഞാൻ നിന്നോട് ചാവാൻ പറയണേ. അതന്നെ പറഞ്ഞേ. അന്നെ നാട്ടുകാര് പോലെ ലോകം മുഴുവൻ അപമാനിക്കാണ്ട് ഞാന്. ലോകം മുഴുവൻ ഈ കോടതിക്ക് ഉണ്ടായ ചറ്റ നീ. എന്റെ അമ്മേനെ കല്യാണം കഴിച്ച നാള് മുതലേ നീ ശാരീരികമായിട്ട് വിടാ. അതന്നെ പറഞ്ഞേ. അതന്നെ കുഴപ്പം. അതന്നെ കുഴപ്പമൊന്നും നീയാണ്. നീയാണ് എനിക്ക് മാനസിക രോഗം രക്ഷിച്ചു. അതാണ് എനിക്ക് വന്നത്. അത് മൂത്ത ആങ്ങളോട് ചോദിച്ചു എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു. അതിന്റെ ആ പെങ്ങൾക്ക് സെയ്ദ് മുഹമ്മദ് അല്ലടാ അവിടെ ഇരുന്നു. സെയ്ദ് മുഹമ്മദ് ഈ ലോകത്ത് മാത്രം ഭ്രാന്തില്ല. പെങ്ങൾക്ക് ഭ്രാന്തില്ലേ? പെങ്ങളുടെ മോന് ഭ്രാന്തുണ്ടായിരുന്നില്ലേ? നിന്റെ കുടുംബത്തിൽ ഭ്രാന്തുണ്ടായിരുന്നില്ലേ? ഇല്ലടാ, നീ ചത്താലേ ഞാൻ രക്ഷപ്പെട്ടോ. നീ ചാവോ? ആൾക്കാരാ മെഡിക്കലോ അത് നീ ഉണ്ടാക്കിയതാ എനിക്ക് ഭ്രാന്ത്. ഞാൻ അതാ പറയുള്ളൂ. നീ ഉണ്ടാക്കിയത് നാട്ടുകാരെ അപമാനിക്കല്ലെന്ന് ചെയ്തോളൂ. തല്ലിക്കൊന്നില്ലോ. നീ കൊല്ലം കൊറേ ഈ പണി തുടങ്ങിയിട്ട്. കൊല്ലം കൊറേ പണി തുടങ്ങിയിട്ട് നനക്ക് നല്ലതാ. കൊന്നളയാലേ പറ്റേ കൊന്നളയാൻ. അനക്ക് എന്നെ തല്ലിക്കൊല്ലണ്ട വേണ. ഞാൻ എന്നെ തല്ലിക്കൊല്ലുണ്ട്. നിന്നെ ഞാൻ തല്ലിക്കൊല്ലാൻ വേണ്ട. വേണ്ട വേണ്ട അന്നെ ഞാൻ തല്ലിക്കൊല്ലാം. വേണ വേണ്ട എന്നെ തല്ലിക്കൊല്ലണോന്ന കൊന്നളയോട്ടോ പറ്റേ പേലടിയേ. നീ ആ ജനിച്ച നാളെ മുതൽ തുടങ്ങി തക്കുള്ള കൊന്നളയാൽ കൊന്നളേനെ.